ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടത് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് നമുക്കിനി എന്ത് ചെയ്യേണ്ടത്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതായത് ചലന സമവാക്യങ്ങൾ പഠിച്ചല്ലോ, ആ സമവാക്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. 3 സമവാക്യങ്ങളെ പറഞ്ഞത് ഏതൊക്കെയാ? v = u + at, s = ut + ½ at², അതുപോലെ v² = u² + 2as എന്നിങ്ങനെ 3 ഇക്വേഷൻസാണ് പഠിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് 1 by 1 ആയിട്ട് പറയുന്നത്. സോ ദി ഫസ്റ്റ് പ്രോബ്ലം, ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം ഇങ്ങനെയാണ്: ദി വെലോസിറ്റി ഓഫ് എ ബോഡി starting from rest is 20 meter per second in the 4th second and 40 meter per second in the 8th second. What is the distance traveled by the body between the 4th and 8th second? അതായത് നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം 4-ാം സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡും 8-ാം സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡുമാണ് എങ്കിൽ 4-ാമത്തെയും 8-ാമത്തെയും സെക്കൻഡുകൾക്കിടയിൽ വസ്തു സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. അപ്പോൾ വസ്തു സഞ്ചരിച്ച ദൂരം എന്നോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് പരിശോധിക്കാം. നമുക്ക് 2 വെലോസിറ്റി പറയുന്നുണ്ട്, 2 പ്രവേഗം പറയുന്നുണ്ട്. നമുക്ക് ആദ്യം പറഞ്ഞേക്കുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ഇൻറ്റർ വെലോസിറ്റി നമുക്ക് യു ആയിട്ട് എടുക്കാം, u = 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് രണ്ടാമത് ഒരു വെലോസിറ്റി കൂടി പറയുന്നുണ്ട്, അത് ഫൈനൽ വെലോസിറ്റി എടുക്കാം. രണ്ടാമത്തെ വെലോസിറ്റി അഥവാ പ്രവേഗം 40 മീറ്റർ പെർ സെക്കൻഡിലെ പറഞ്ഞേക്കുന്നത്. സോ v = 40 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ടൈം പറയുന്നുണ്ട്, 4-ാമത്തെ സെക്കൻഡ് മുതൽ 8-ാമത്തെ സെക്കൻഡ് വരെയാണ് പറയുന്നതെങ്കിൽ അവയ്ക്കിടയിലെ ടൈം എന്തായിരിക്കും? 4-നും 8-നും ഇടയിൽ എത്ര ആയിരിക്കും? 4 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് v അറിയാം, u അറിയാം, t അറിയാം. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? ഡിസ്പ്ലേസ്മെൻറ്റ് എസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ആക്സലറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ, അതായത് പ്രവേഗമാറ്റം ബൈ സമയമാണ്. v - u/t ആണ്. v എത്രയാണ് പറഞ്ഞേക്കുന്നത്? 40 ആണ്. മൈനസ് u എത്ര പറഞ്ഞേക്കുന്നത്? 20 ആണ്. ബൈ ടൈം എത്ര പറഞ്ഞേക്കുന്നത്? 4 ആണ്. = 40 - 20 എത്രയാ? 20 ആണ്. 20/4 ആൻസർ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ആക്സലറേഷൻ ആയതുകൊണ്ട് യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കിട്ടി. നമുക്ക് വേണ്ടത് എസ് അല്ലേ? എസിൻ്റെ ഇക്വേഷൻ എഴുതാം. s = ut + ½ at². നമ്മൾ പഠിച്ച രണ്ടാമത്തെ ഇക്വേഷനാണ്. s = ut + ½ at² അല്ലേ? യുവിൻ്റെ വാല്യൂ എന്താ? യുവിൻ്റെ വാല്യൂ 20 ആണ്. 20 × ടൈം എത്രയാ? 4 ആണ്. പ്ലസ് ½ a ആക്സലറേഷൻ എത്രയാ? 5 ആണ്. t², ആരുടെ സ്ക്വയറാ? 4ൻ്റെ സ്ക്വയർ. = 20 × 4 80 അല്ലേ? പ്ലസ് ½ × 5 എന്താ? 4² 4² 16 അല്ലേ? 2ഉം 16ഉം ക്യാൻസൽ ചെയ്താൽ 8 എന്ന് കിട്ടത്തില്ലേ? = 80 പ്ലസ് എന്താ? 5 × 8 40 ആണ്. 40 എന്ന് കിട്ടും. അപ്പോൾ 80 + 40 80 + 40 എത്ര കിട്ടും? നമുക്ക് ആൻസർ കിട്ടും 120 എന്ന് കിട്ടും. ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് യൂണിറ്റ് എഴുതി, എന്തെന്ന്? മീറ്റർ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിയും എഴുതി, ടൈം എഴുതി, അവിടെ നമ്മൾ ആക്സലറേഷൻ കണ്ടുപിടിച്ചു. നമുക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പോയി. അതിൻ്റെ ഇക്വേഷൻ എഴുതി. s = ut + ½ at² എന്ന ഇക്വേഷൻ എഴുതി. അതിനകത്ത് നമ്മൾ വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ആൻസർ കിട്ടി 120 മീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: എ കാർ came to rest when brake was applied for 4 seconds to get a retardation of 3 meter per second square. Calculate how far the car would have traveled after applying the brake. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം ലഭിക്കത്തക്ക രീതിയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ 4 സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയിലെത്തി എങ്കിൽ ബ്രേക്ക് ചെയ്തത് മുതൽ നിൽക്കുന്നത് വരെ കാർ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും എന്ന് കണ്ടെത്തുക. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതാം. അപ്പോൾ ടൈം പറയുന്നുണ്ട് ഇല്ലേ? ടൈം എത്ര പറഞ്ഞേക്കുന്നത്? 4 സെക്കൻഡ്സ് അല്ലേ പറഞ്ഞേക്കുന്നത്? 4 സെക്കൻഡാണ് പറഞ്ഞേക്കുന്നത്.
ഇനി റിട്ടാർഡേഷൻ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് നെഗറ്റീവ് ആക്സലറേഷൻ ഈസ് നോൺ ആസ് റിട്ടാർഡേഷൻ. ഓക്കെ, നെഗറ്റീവ് ത്വരണത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? മന്ദീകരണം എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സാധനം, തന്നിരിക്കുന്ന റിട്ടാർഡേഷൻ എന്നത് എന്ത് തന്നെയാണ്? ആക്സലറേഷൻ തന്നെയാണ്. ഓക്കെ, 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നെഗറ്റീവ് ആക്സലറേഷൻ ആണ് റിട്ടാർഡേഷൻ. അപ്പോൾ ഈ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൻ്റെ എന്തെടുത്താലേ അത് ആക്സലറേഷൻ ആവത്തുള്ളൂ? നെഗറ്റീവ് എടുത്താലേ ആക്സലറേഷൻ ആവത്തുള്ളൂ. അപ്പം റിട്ടാർഡേഷൻ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയതുകൊണ്ട് ആക്സലറേഷൻ എന്തായിട്ട് മാറി? -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് മാറി. ഇനി നമുക്കറിയാം അവസാനം കാർ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് പിടിച്ചത് കാരണം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒടുവിൽ ആ വാഹനം നിൽക്കുന്നു എന്നതിനാൽ തന്നെ അവസാന വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ അവസാനം നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി നമുക്ക് എഴുതാൻ പറ്റും v = എന്തെന്ന് എഴുതാൻ പറ്റും? 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യം നമുക്കറിയാം. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി കൊണ്ട് അറിഞ്ഞാലേ പറ്റുള്ളൂ. കാര്യം s = ut + ½ at² എന്നല്ലേ പഠിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ u ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ u കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇക്വേഷൻ എഴുതാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ? v = u + at എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. v = u + at പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് u അല്ലേ വേണ്ടത്? u കണ്ടുപിടിക്കാൻ വേണ്ടി at ഇപ്പുറത്തെ കൊണ്ടുവരാമല്ലോ. അപ്പോൾ u കണ്ടുപിടിക്കാൻ വേണ്ടി v ഇവിടെ ഉണ്ട്, at ഇപ്പുറത്തും എന്തായിട്ട് മാറും? -at ആയിട്ട് മാറും. അപ്പോൾ u = v യുടെ വാല്യൂ എത്രയാ? 0 മൈനസ് അതുപോലെ എഴുതി. a യുടെ വാല്യൂ എത്രയാ? -3 ഇൻറ്റു t യുടെ വാല്യൂ എത്രയാ? 4. അപ്പോൾ u = 0 മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. 3 × 4 12 എന്ന് കിട്ടും. 0 + 12 എന്ത് തന്നെ? 12 തന്നെ. യുവിൻ്റെ വാല്യൂ 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. തീർന്നില്ല. നമുക്ക് യു ആണോ വേണ്ടത്? അല്ല, നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡാണ് വേണ്ടത്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റാണ് വേണ്ടത്. അതായത് നമുക്ക് എസ് ആണ് വേണ്ടത്. എസിൻ്റെ ഇക്വേഷൻ എന്താ? s = ut + ½ at². സോ s = u12 അല്ലേ. അപ്പോൾ 12 × t എത്രയാ? 4 + ½ × a എത്രയാ? -3 × t². t എത്രയാ? 4 അല്ലേ. ഇപ്പോൾ 4 × സ്ക്വയർ. അപ്പോൾ s = 12 × 4 48 എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് ½ × -3 × 4 ൻ്റെ സ്ക്വയർ 16 അല്ലേ. സോ s = 48 പ്ലസ് 1/2 × -3 × 16 അല്ലേ. 2 16 ക്യാൻസൽ ചെയ്യാലോ, 8 എന്ന് കിട്ടും. അപ്പോൾ s = 48 പ്ലസ് മൈനസ് എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. 3 × 8 24 ആണ്. ഓക്കെ, അപ്പം 48 ൽ നിന്ന് 24 മൈനസ് ചെയ്യത്തില്ലേ. 48 ൽ നിന്ന് 24 മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താ? 24 എന്ന് കിട്ടും. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് മീറ്റർ. സോ ആൻസർ കിട്ടി 24 മീറ്റർ. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ആ കാർ ബ്രേക്ക് പിടിച്ചതിന് ശേഷം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. തന്നിരിക്കുന്ന റിട്ടാർഡേഷൻ ആണ്, അതിന് നെഗറ്റീവ് ആക്സലറേഷൻ ആണ് നമുക്കറിയാം. സോ a = -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും t 4 സെക്കൻഡ് ആണെന്ന് അറിയാം. ഫൈനലി കാർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്റ്റിലോട്ട് മാറുന്നുണ്ട്, നിശ്ചലാവസ്ഥയിലേക്ക് മാറുന്നുള്ളത് കൊണ്ട് v യുടെ വാല്യൂ 0 ആണ്. നമ്മൾ ആദ്യം u കണ്ടുപിടിച്ചപ്പോൾ 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് s കണ്ടുപിടിച്ചു. s = ut + ½ at² എന്ന ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്തു. നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് ആൻസർ കിട്ടി. എത്രയെന്ന് കിട്ടി? 24 മീറ്റർ എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് ദി വെലോസിറ്റി ഓഫ് എ കാർ മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ചേഞ്ചസ് ഫ്രം 20 മീറ്റർ പെർ സെക്കൻഡ് ടു 40 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 5 സെക്കൻഡ്. A part ചോദ്യം: what is the acceleration of the car? B part: what is the displacement by the car during this time interval? അതായത് ത്വരണത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു കാറിന്റെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 40 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നുവെങ്കിൽ ഒന്നാമത്തെ ചോദ്യം കാറിന്റെ ത്വരണം അഥവാ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ചോദ്യം ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം കണ്ടുപിടിക്കുക അഥവാ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്തെഴുതാം. നമുക്ക് എന്തൊക്കെ അറിയാം? നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി അറിയാം. എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പം ആദ്യ പ്രവേഗം u = 20 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി v അറിയാം. എത്രയാ? 40 മീറ്റർ പെർ സെക്കൻഡ്. അതിന് വേണ്ടി എടുക്കുന്ന ടൈം നമുക്കറിയാം. ടൈം എത്രയാ? 5 സെക്കൻഡ്. ഈ 3 കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് ആദ്യം a അല്ലേ വേണ്ടത്? ആക്സലറേഷൻ. അപ്പോൾ a പാർട്ട് ചോദ്യം എഴുതുവാണേ. a = എന്താ ആക്സലറേഷൻ ഇക്വേഷൻ? v - u/t. a = v യുടെ വാല്യൂ എത്രയാ? 40 അല്ലേ. അപ്പോൾ 40 - u എത്രയാ? 20/5 = 40 - 20 20 എന്ന് കിട്ടും. 20/5 എന്ന് കിട്ടത്തില്ലേ? എന്താ 20/5? 4 എന്ന് കിട്ടും. ആക്സലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ.
അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ബി പാർട്ടിൽ ചോദ്യം കൂടി ഉണ്ട്, അവിടെ ഡിസ്പ്ലേസ്മെൻറ്റാണ് വേണ്ടത്. അപ്പോൾ ഇക്വേഷൻ എഴുതി എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് ഇസ് ഈക്വൽ ടു യു എത്രയാ 20 ഇൻറ്റു ടി എത്രയാ 5 പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാ 4 ടി സ്ക്വയർ ആരുടെ സ്ക്വയറാ 5ൻ്റെ സ്ക്വയർ. എസ് ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 5 100 അല്ലേ, പ്ലസ് ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ 25 ആണ്. 2 4 ക്യാൻസൽ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടത്തില്ലേ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു 100 പ്ലസ് 2 ഇൻറ്റു 25 50 അല്ലേ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു 100 പ്ലസ് 50 ആൻസർ എന്ത് കിട്ടി 150 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്തെഴുതി. യു അറിയാം, വി അറിയാം, ടി അറിയാം. എ പാർട്ട് ക്വസ്റ്റ്യൻ ആക്സലറേഷൻ ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വി എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് ആൻസർ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഡിസ്പ്ലേസ്മെന്റ് എസ് വേണം. എസ് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചു. അവിടെ ഇക്വേഷൻസിലെ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ആൻസർ കിട്ടി 150 മീറ്റർ, 150 മീറ്റർ എന്ന് ഉത്തരവും കിട്ടി. ഓക്കെ, വീണ്ടും നമ്മൾ തൊട്ടടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദി വെലോസിറ്റി ഓഫ് എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രോം റെസ്റ്റ് ബിക്കംസ് 72 km/h in 10 minutes. A part question, what is its acceleration? B part question, calculate the distance travelled by the train within this time interval. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 72 km/h മാറിയെങ്കിൽ എ പാർട്ട് ചോദ്യം ട്രെയിനിൻ്റെ ത്വരണം കണ്ടുപിടിക്കുക. ബി പാർട്ട് ചോദ്യം ഈ സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. അപ്പോൾ 2 ചോദ്യങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും 1 by 1 ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ആദ്യം ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്, റെസ്റ്റിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം നിശ്ചലാവസ്ഥയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഒരു ട്രെയിൻ പുറപ്പെട്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് യു എഴുതാൻ പറ്റും. യു എത്രയാണ് 0 ആണ്. ഓക്കെ, 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്, 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് അറിയാം അവസാനം അതെന്തായിട്ട് മാറുന്നുണ്ട്, 72 km/h ആയിട്ട് മാറുന്നുണ്ട്. അതായത് ഫൈനൽ വെലോസിറ്റി എത്രയാണ് 72 km/h ആണ് അല്ലേ. പക്ഷേ ഈ km/h സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണോ വെലോസിറ്റിയുടെ? അല്ല, പ്രവേഗത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ km/h മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാം. ഓക്കെ, എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ നോക്കിയേ, 72 ഇൻറ്റു കിലോമീറ്ററിന് ഇവിടെ കിലോമീറ്റർ മുകളിലും അവർ ടൈം താഴെയാണല്ലോ. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടി എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യാം, 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഡിവൈഡ് ബൈ അടിയിൽ അവർ അല്ലേ. ഒരു അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ 60 മിനിറ്റ് ആണ്. ഓരോ 60 മിനിറ്റിലും എത്ര സെക്കൻഡ് ഉണ്ട്, 60 സെക്കൻഡ് ഉണ്ട്. അപ്പം അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ് എനിക്ക് എഴുതാമല്ലോ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വി എത്രയാണെന്ന് കിട്ടും. നമുക്ക് സിംപ്ലിഫൈ നോക്കാം. എന്താ 0യും 0യും ക്യാൻസൽ ചെയ്യാം, ഇവിടെയും 0യും 0യും ക്യാൻസൽ ചെയ്യാം, ചെയ്തൂടെ. പിന്നെ 6ഉം 72 ഉണ്ട്. ഓക്കെ, 6ൻ്റെ മൾട്ടിപ്പിൾ വരുന്നതാണ് 72. 1 × 6 6, 12 × 6 ആണ് 72. അപ്പോൾ 12/6 എന്ന് കിട്ടും. 1 × 6 12 × 6 എന്ന് കിട്ടും. ഇതാ 1 × 6 ഇവിടെ 1 എന്ന് കിട്ടും. ഇവിടെ എത്രയെന്ന് കിട്ടും, 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 2 × 10 ആൻസർ എന്ത് കിട്ടി, 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ അറിയുക നമുക്ക് തന്നേക്കുന്ന 72 km/h ആണല്ലോ. km/hനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ വേണ്ടി 5/18 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, 5/18 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. നമ്മൾ 18 ടേബിൾ പറയുകയാണെങ്കിൽ 1 × 18 18, 2 × 18 36, 3 × 18 54, 4 × 18 72, 4 × 5 ആൻസർ എന്ത് കിട്ടും, 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്താൽ മതി, ആൻസർ 20 എന്ന് കിട്ടും. അപ്പോൾ വിയും യുവും അറിയാം. ടൈം പറയുന്നത് 10 മിനിറ്റ് ആണ്. ടി ഈസ് ഈക്വൽ ടു 10 മിനിറ്റ്. ബേസിക് യൂണിറ്റ് ആണോ, അടിസ്ഥാന യൂണിറ്റ് ആണോ? അല്ല, സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ 10 മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാം. 10 ഇൻറ്റു മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ വേണ്ടി 60 കൊണ്ട് ഇൻറ്റു ചെയ്യാമല്ലോ. 10 × 60 എന്ത് കിട്ടും, 600 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, 600 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വി അറിയാം, യു അറിയാം, ടി അറിയാം. നമുക്ക് ആദ്യം ത്വരണം അഥവാ ആക്സലറേഷൻ അല്ലേ. അപ്പോൾ എ പാർട്ട് ചോദ്യം, ആക്സലറേഷൻ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. വി എത്രയാ, വിയുടെ വാല്യൂ 20 മൈനസ് യു എത്രയാ 0/t എത്രയാ 600 ഈക്വൽ ടു 20 മൈനസ് 0 20. 20/600 എന്ന് കിട്ടത്തില്ലേ, 0 0 ക്യാൻസൽ ചെയ്യാലോ. 2/60, 1 × 2 2, 30 × 2 60. സോ ആൻസർ കിട്ടി 1/30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി.
1/30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി ബി പാർട്ട് ചോദ്യം. നമുക്ക് എന്താ ബി പാർട്ട് ചോദ്യം ഉള്ളത്? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ വിത്തിൻ ദിസ് ടൈം ഇന്റർവെൽ. അപ്പോൾ എസ് ആണ് വേണ്ടത്, ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. എസ് ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ, സീക്വൽ ടു യു. എന്താ യുവിൻ്റെ വാല്യൂ 0. അപ്പോൾ 0 ഇൻറ്റു ടി എത്രയാ? ടി നമുക്കറിയാം 600 സെക്കൻഡ് ആണ്. 600 പ്ലസ് ഹാഫ് ഇൻറ്റു ഈ ആക്സലറേഷൻ എത്രയാ? 1/30 ഇൻറ്റു ടി സ്ക്വയർ. ആരുടെ സ്ക്വയർ? 600ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 600 ഇൻറ്റു 600, 600 ഇൻറ്റു 600. ഓക്കെ, സീക്വൽ ടു 0 ഇൻറ്റു 600 എന്താ? 0 തന്നെയാണ്, നമ്മൾ നോക്കേണ്ട ആവശ്യം. നമുക്ക് ബാക്കി മാത്രം സിംപ്ലിഫൈ ചെയ്യാം. ഇതാ 1/2 ഇൻറ്റു 30 എന്ത് കിട്ടും? 60 എന്ന് കിട്ടത്തില്ലേ? ഇൻറ്റു 600 ഇൻറ്റു 600. ഓക്കെ, ഇതാ ഒരു സീറോയും ക്യാൻസൽ ചെയ്യാലോ. 1 ഇൻറ്റു 6 6, 10 ഇൻറ്റു 6 60. അപ്പോൾ 10 ഇൻറ്റു 600 എന്ന് കിട്ടും. ആൻസർ 6000 മീറ്റർ എന്ന് കിട്ടും. ഒന്നുകിൽ 6000 മീറ്റർ എന്ന് എഴുതാം. ഇൻ ടേംസ് ഓഫ് കിലോമീറ്റർ എഴുതുവാണെങ്കിലോ 6 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് എത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ടതാണ്, അതുകൊണ്ട് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റി 72 മീറ്റർ പെർ കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നുണ്ട്. അതിന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ 1000/60 ഇൻറ്റു 60 ചെയ്യുക, അതല്ലെങ്കിൽ സിമ്പിളായിട്ട് 5/18 ചെയ്യുക. ചെയ്യുന്ന സമയത്ത് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ടൈം മിനിറ്റിലാണ് പറഞ്ഞേക്കുന്നത്, ബേസിക് യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ സെക്കൻഡിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ 60 കൊണ്ട് ഇൻറ്റു ചെയ്തു. സോ 600 സെക്കൻഡ് എന്ന് കിട്ടി. ദെൻ നമ്മൾ ഇക്വേഷൻ എഴുതി a is equal to b minus u/t. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ a അഥവാ ആക്സിലറേഷൻ നമുക്ക് ത്വരണം എത്ര കിട്ടി? 1/30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. ബി പാർട്ട് ക്വസ്റ്റ്യൻ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ സ്ക്വയർ കൊടുത്ത സമയത്ത് നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 6000 മീറ്റർ എന്ന് കിട്ടി. അതിനെ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 6 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ തൊട്ടടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ട്രാവൽസ് 100 മീറ്റർ ഇൻ 5 സെക്കൻഡ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ഫൈൻഡ് ദി ആക്സിലറേഷൻ ഓഫ് ദി കാർ. നമ്മൾ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാർ സമത്വരണത്തോടെ സഞ്ചരിക്കുന്നു. ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ദൂരം സഞ്ചരിച്ചെങ്കിൽ കാറിന്റെ ത്വരണം കണക്കാക്കുക. ത്വരണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. നമുക്ക് എന്തൊക്കെ അറിയാം? ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അറിയാം, അഥവാ എസ് നമുക്കറിയാം. എസ് എത്രയാ? 100 മീറ്റർ. ടൈം നമുക്കറിയാം. എത്ര ടൈം പറഞ്ഞേക്കുന്നത്? 5 സെക്കൻഡ്. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് നിശ്ചലാവസ്ഥയിൽ നിന്നാണ്, അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ വെലോസിറ്റി യു എത്രയാ? 0 ആയിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്കറിയാം. നമുക്കിനി എന്താ വേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷനല്ലേ വേണ്ടത്. അപ്പോൾ ഇത് 3 കണക്ട് ചെയ്ത് വരുന്ന ഇക്വേഷൻ ഏതാണ്? നമുക്ക് രണ്ടാമത് പഠിച്ച ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ നമ്മൾ വാല്യൂസ് എല്ലാം കൊടുക്കാൻ പോവുകയാണ്. എസിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കാം? 100 സീക്വൽ ടു യു എത്രയാ? 0 ഇൻറ്റു ടി എത്രയാ? 5 പ്ലസ് ഹാഫ് ഇൻറ്റു എ അറിഞ്ഞൂടെ, അതുപോലെ എഴുതി ടി സ്ക്വയർ. ആരുടെ സ്ക്വയർ? 5ൻ്റെ സ്ക്വയർ. അപ്പോൾ 100 സീക്വൽ ടു 0 ഇൻറ്റു 5 0 അല്ലേ, പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 5ൻ്റെ സ്ക്വയർ 25 ആണ്. ഈ 2 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കല്ലേ, ഈക്വൽ അപ്പുറം വരുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറത്തില്ലേ. ഇപ്പോൾ 2 ഇൻറ്റു 200 സീക്വൽ ടു എ ഇൻറ്റു 25 എന്ന് കിട്ടൂലേ? എസ് കിട്ടും. ഓക്കെ, 2 ഇൻറ്റു 200 2 ഇൻറ്റു 100 സീക്വൽ ടു. ഓക്കെ, 2 ഇൻറ്റു 100 എന്താ? 200 സീക്വൽ ടു എ ഇൻറ്റു 25. എനിക്ക് എ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, കൂടുതലുള്ള 25 ഈക്വൽ അപ്പുറം കൊണ്ടുവരാമല്ലോ. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ഇവിടെ 200 ഉണ്ട്, എയുടെ കൂടുതലുള്ള 25 ഇപ്പുറത്ത് നമ്മൾ ഡിനോമിനേറ്ററിലോട്ട് മാറും. 200/25 എന്ന് കിട്ടും. 200/25 എന്ന് പറഞ്ഞാൽ ആൻസർ 8 ആണ്. അപ്പോൾ ആൻസർ കിട്ടി 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേസ്മെന്റ് എഴുതി, ടൈം എഴുതി, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ് നമുക്കറിയാം. കാര്യം സ്റ്റാർട്ട് ചെയ്ത് റെസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഇക്വേഷൻ എഴുതി എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അവിടെ എല്ലാത്തിൻ്റെയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് അവസാനം ആക്സലറേഷൻ കിട്ടി. എത്രയെന്ന് കിട്ടി? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് നടക്കുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആൻ ഒബ്ജെക്ട് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ട്രാവൽസ് വിത്ത് ആൻ ആക്സലറേഷൻ ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വാട്ട് വിൽ ബി ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ 3 സെക്കൻഡ്സ്? അതായത് നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനം ആരംഭിക്കുന്ന ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടെ സഞ്ചരിക്കുന്നു എങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വസ്തുവിന്റെ പ്രവേഗം എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ആക്സലറേഷൻ അഥവാ ത്വരണം അറിയാം, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ടൈം അറിയാം, എത്രയാ? 3 സെക്കൻഡ്സ്. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആയതുകൊണ്ട് യു അറിയാം, എത്രയാ? 0.
നമുക്ക് വേണ്ട എന്താ വെലോസിറ്റി അല്ലേ വേണ്ട, വെലോസിറ്റി ആഫ്റ്റർ 3 സെക്കൻഡ്. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. v is equal to u plus at. v ആണ് വേണ്ടത്. അപ്പോൾ v is equal to യുവിൻ്റെ വാല്യൂ 0 അല്ലേ, പ്ലസ് a എത്രയാ 5 ആണ്, ഇൻറ്റു ടി എത്രയാ 3 ആണ്. ഓക്കെ, അപ്പോൾ v is equal to 0 എഴുതേണ്ട ആവശ്യമില്ല. 5 × 3 എന്ത് കിട്ടും, 15 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആൻസർ കിട്ടി, എത്രയെന്ന് കിട്ടി, 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഒരൊറ്റ ചോദ്യം കൂടിയേ ബാക്കിയുള്ളൂ. ചോദ്യം ഇങ്ങനെയാണ്: കംപ്ലീറ്റ് ദി ടേബിൾ യൂസിങ് ദി ഗ്രാഫ് ഗിവൺ ബിലോ. ചുവടെ നൽകുന്ന ഗ്രാഫ് ഉപയോഗിച്ച് പട്ടിക എന്ത് ചെയ്യുക, പൂർത്തിയാക്കുക എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ഗ്രാഫ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്, യൂണിഫോം ആക്സലറേഷനാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നേക്കുന്നതിൽ ഇവിടെ പി ക്യു ആർ എസ് എ എന്നിങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. T1 T2 എന്നിങ്ങനെ 2 ടൈം ഇൻ്റർവെൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 എന്ന ടൈമിലാണ് T1, 4 എന്ന ടൈമിലാണ് T2 മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടേബിൾ ഇങ്ങനെയാണ്. ഓക്കെ, ടേബിൾ ഈ ഒരു ടേബിൾ വന്നിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പറഞ്ഞേക്കുന്ന കാര്യം ഇങ്ങനെ: ഡിസ്പ്ലേസ്മെൻ്റ് കോളത്തിൽ അഥവാ സ്ഥാനാന്തരം എന്ന കോളത്തിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ ഫസ്റ്റ് 2 സെക്കൻഡ്സ്, 0 മുതൽ 2 സെക്കൻഡ് വരെ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റാണ് വേണ്ടത്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, s = ut + ½ at² ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാം ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ a = ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ, അഥവാ v - u/t അല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ 4 എന്ന സെക്കൻഡിൽ വെലോസിറ്റി എത്രയാ, 4ൽ 40 ആണ്. 2ൽ വെലോസിറ്റി എത്രയാ, 20 ആണ്. നമുക്ക് അവിടെ വെച്ച് നമുക്ക് a കണ്ടുപിടിക്കാം. a = ഈ 2ന് 4-നോടുള്ള ടൈം എത്രയാണ്, 2 ആണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ വെലോസിറ്റി 40 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 20. ഓക്കെ, അവയ്ക്കിടയിൽ ടൈം എന്താ, 2. അപ്പോൾ 40 - 20 എത്രയാ, 20/2 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ തന്നിരിക്കുന്ന യൂണിഫോം ആക്സലറേഷൻ ആണ്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സലറേഷൻ. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. എന്താ, s = ut + ½ at². അതല്ലേ ഇക്വേഷൻ. = u നമുക്ക് 0 തൊട്ട് 2 വരെ അല്ലേ, 0 തൊട്ട് 2 വരെ. 0ൽ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ, 0 തന്നെയാണ്. ഓക്കെ, ഇൻറ്റു അടുത്ത ടൈം അല്ലേ, ടൈം 0 തൊട്ട് 2 വരെ എത്രയാ ടൈം, 2 ആണ്. പ്ലസ് ½ ഇൻറ്റു ആക്സലറേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 10 ആണ്. ഇൻറ്റു t². t എന്ന് പറഞ്ഞാൽ ടൈം അല്ലേ, ടൈം 0 തൊട്ട് 2 വരെ 2 അല്ലേ, അപ്പോൾ 2ൻ്റെ സ്ക്വയർ. 0 × 2 എന്ത് തന്നെ, 0 തന്നെ, നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, ബാക്കി മാത്രം ചെയ്താൽ മതി. ½ ഇൻറ്റു 10 × 2² 4 അല്ലേ, അപ്പോൾ 10 × 4 40 എന്ന് കിട്ടും. 40/2 ആൻസർ എന്ത് കിട്ടും, 20 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ കിട്ടി എത്ര, 20 മീറ്റർ. ഇനി നമ്മളുടെ പറഞ്ഞേക്കുന്നത് OSP എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ, ½ അല്ലേ ഇക്വേഷൻ, = ½ ഇൻറ്റു ബേസ് എത്ര, ബേസ് 2 ഇൻറ്റു ഹൈറ്റ് എത്ര, 2 s തൊട്ട് p വരെ അല്ലേ, എത്രയാ, 20. 2 × 2 ക്യാൻസൽ ചെയ്യാലോ, അപ്പോൾ ആൻസർ എന്ത് കിട്ടി, 20 എന്ന് കിട്ടി. അപ്പം അവിടെ കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്, 20 തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ടൈം ഇൻ്റർവെലിനിടയിലെ ഏരിയ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആണ്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചു, ഏരിയ കണ്ടുപിടിച്ചു, രണ്ടും എന്താണെന്ന് കിട്ടി, ഈക്വൽ ആണെന്ന് കിട്ടി. അടുത്ത 0 തൊട്ട് 4 വരെയുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0 ആയതുകൊണ്ട് ഇനിഷ്യൽ വെലോസിറ്റിയും 0 ആണ്. അപ്പോൾ s = ഇക്വേഷൻ എഴുതി ut + ½ at². u 0 ആണ്. ഇൻറ്റു ടൈം എത്രയാ, 0 തൊട്ട് 4 വരെ ഇല്ലേ, അപ്പോൾ ടൈം എത്രയാ, 4 ആണ്. പ്ലസ് ½ ഇൻറ്റു എയുടെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 10 ആണ്. ഇൻറ്റു t². ടൈം 4 ആയതുകൊണ്ട് 4ൻ്റെ സ്ക്വയർ എത്രയാ, 16 ആണ്. 2 16 ക്യാൻസൽ ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടൂലേ. 0 × 4 0, നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ പ്ലസ് 10 × 8 എന്താ, 10 × 8 80 മീറ്റർ. ഓക്കെ, ഇനി ട്രയാങ്കിൾ ORQൻ്റെ പരപ്പളവ്, ഇതാ ORQൻ്റെ പരപ്പളവ്, അതിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ എഴുതി, ½ BH = ½ ഇൻറ്റു ബേസ് എത്രയാ, 0 തൊട്ട് 4 വരെ, 0 തൊട്ട് 4 വരെ 4 ഇൻറ്റു ഹൈറ്റ് ഇതാ ഈ 6 തൊട്ട് Q വരെ എത്രയാ, 40. 2 4 ക്യാൻസൽ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടത്തില്ലേ, അപ്പോൾ 2 × 40 എന്ത്, 80 എന്ന് കിട്ടും. ഇപ്പം നോക്കിയേ, ഡിസ്പ്ലേസ്മെൻറ്റും ഏരിയ രണ്ടും എന്തായി, ഈക്വലായി. ഇനി തൊട്ടടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, 2 തൊട്ട് 4 വരെയാണ്. ഓക്കെ, 2 തൊട്ട് 4 വരെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം 2 തൊട്ട് 4 വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഇക്വേഷൻ എഴുതി, s = ut + ½ at². u 2ൽ എത്രയാ, വെലോസിറ്റി 20 ആണ്.
ഇൻറ്റു 2 തൊട്ട് 4 വരെ ടൈം 2 ആണ് പ്ലസ് ഹാഫ് ഇൻറ്റു എ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 10 ആണ് ടി സ്ക്വയർ ടി 2 ആയതുകൊണ്ട് 2 സ്ക്വയർ 4 ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ഒന്നും കിട്ടത്തില്ലേ 20 ഇൻറ്റു 2 40 പ്ലസ് 10 ഇൻറ്റു 2 20 40 പ്ലസ് 20 എത്ര കിട്ടും ആൻസർ 60 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ എസ് പി ക്യു ആറിൻ്റെ പരപ്പളവാണ് ഇതാ എസ് പി ക്യു ആർ, അഥവാ അതിൻ്റെ ഫിഗർ എന്താണ്, ട്രപ്പീസിയത്തിൻ്റെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഇതല്ലേ ഇക്വേഷൻ? ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ദ പാരലൽ സൈഡ്സിനിടയിലെ ഡിസ്റ്റൻസ് 2 തൊട്ട് 4 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? 2 ആണ്. 2 ഇൻറ്റു എ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് എത്രയാ? 20 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാരലൽ സൈഡിൻ്റെ ലെങ്ത് എത്രയാ? 40. 2 ഇൻറ്റു ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ 20 പ്ലസ് 40 എത്ര കിട്ടും? 60 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ആൻസർ കിട്ടി. അവിടെ കണ്ടുപിടിച്ച ഡിസ്പ്ലേസ്മെൻറ്റും ഏരിയ രണ്ടും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ലാസ്റ്റ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞില്ല ഒരിക്കൽ കൂടി. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്പെസിഫിക് ടൈം ഇൻ്റർവെലിനിടയിലെ ഏരിയ എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ തന്നെയാണ്? ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ അവസാനിക്കുവാണ്. ഓക്കെ, അപ്പം ഈ രണ്ടാം ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ 3 ഇക്വേഷൻസ് ആണ്. ഓക്കെ, ആ 3 ഇക്വേഷനും നന്നായിട്ട് പഠിക്കുക, ഇത് എഴുതി പഠിക്കുക. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഗ്രാഫും വരച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ.